നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. നായർ ഈഴവായിക്യം ഒറ്റ രാത്രി കൊണ്ട് ഉദിച്ച ആശയമല്ല, ആസൂത്രിതമായ നീക്കമാണ്. അണിയറയിൽ ആരെല്ലാം എന്നതിൽ വരും നാളുകളിൽ വ്യക്തത വരും. പക്ഷേ ഈ പടയൊരുക്കത്തിന്റെ ലക്ഷ്യം വ്യക്തം. വി ഡി സതീശൻ. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഐക്യം പ്രഖ്യാപിച്ച SNDPയും NSSും വി ഡി സതീശനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി. വർഗീയതയ്ക്കെതിരെ പറയാൻ സതീശന് യോഗ്യതയില്ലെന്ന് സുകുമാരൻ നായർ. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കുമെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ലെന്ന് വി ഡി സതീശൻ. സംസ്ഥാന സ്കൂൾ കലാകിരീടം കണ്ണൂരിന്. രണ്ടാമത് തൃശൂർ, കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത്. സ്കൂൾ വിഭാഗത്തിൽ കിരീടം ആലത്തൂർ ഗുരുകുലം HSSന്. മുഖ്യാതിഥിയായി മോഹൻലാൽ. കലോത്സവ നടത്തിപ്പിൽ കാതലായ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിയെ അഭിനന്ദിച്ച് വി ഡി സതീശൻ. ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി ശാസ്ത്രീയ പരിശോധനാ ഫലം. സ്ഥിരീകരണം VSSC നൽകിയ റിപ്പോർട്ടിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റ് കൊണ്ടുപോയി തിരികെ എത്തിച്ച ദ്വാരപാലക കട്ടിളപ്പാളികളിൽ സ്വർണം കുറവ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. മഹാരാഷ്ട്രയിലെ പിറന്ന മണ്ണിൽ പോലും കോൺഗ്രസ് തകർന്നുവെന്നും നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് കാരണമെന്നും വിമർശനം. അസമിലും പശ്ചിമ ബംഗാളിലും വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് നരേന്ദ്രമോദി. മമതാ ബാനർജിയുടെ കാട്ടുഭരണത്തിന് വിട പറയാൻ സമയമായെന്നും പ്രധാനമന്ത്രി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കുക പിണറായി തന്നെയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പിണറായി മത്സരിക്കുമോ മുഖ്യമന്ത്രിയാകുമോ എന്നീ കാര്യങ്ങൾ അതാത് ഘട്ടത്തിൽ തീരുമാനിക്കുമെന്നും MA ബേബി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കാനും തിരഞ്ഞെടുപ്പൊരുക്കം ചർച്ച ചെയ്യാനും രാഹുൽ ഗാന്ധി നാളെ കൊച്ചിയിൽ. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ. തലസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. CPMൽ പലതും സഹിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും രാജേന്ദ്രൻ. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് MM മണി. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ എതിർത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയ ട്രംപിന് തിരിച്ചടി. US-ഉമായുള്ള വ്യാപാര കരാറിലെ ചർച്ചകൾ മരവിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ്. യൂറോപ്പിലെ US കമ്പനികൾക്ക് പിഴയും നിരോധനവും ഏർപ്പെടുത്താനും നീക്കം. ആശങ്കയിൽ ഗൂഗിൾ, മെറ്റ, X കമ്പനികൾ. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര ന്യൂസിലൻഡിന്. മൂന്നാം ഏകദിനത്തിൽ ന്യൂസിലൻഡിന് 41 റൺസ് ജയം. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി പാഴായി. കിവീസിന്റെ ഡാരി മിച്ചലിനും ഗ്ലീൻ ഫിലിപ്സിനും സെഞ്ചുറി. ഇന്ത്യയിൽ ന്യൂസിലൻഡിന്റെ പരമ്പര നേട്ടം 37 വർഷങ്ങൾക്ക് ശേഷം. ബസ്സിൽ ലൈംഗികാതിക്രമം എന്ന പേരിൽ വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ യുവാവ് ജീവനൊടുക്കി. മരിച്ചത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി U ദീപക്. അധിക്ഷേപത്തിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് കുടുംബം. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി. സ്റ്റോറി ഓഫ് ദി ഡേ. കലയരങ്ങിൽ സൈനികർക്ക് ആദരം. കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായി NSS SNDP അസാധാരണ ഐക്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യകാഹളവുമായി NSSും SNDPയും. ഒരുമിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് G സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച് ഇരുവരും രംഗത്ത് വന്നു. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി നടേശനും വർഗീയതയെക്കുറിച്ച് പറയാൻ സതീശന് യോഗ്യതയില്ലെന്ന് സുകുമാരൻ നായരും വിമർശിച്ചു. അതേസമയം വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ലെന്നും വി ഡി സതീശനും വ്യക്തമാക്കി. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് വിശദീകരിക്കാനായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് NSSും SNDPയും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വെള്ളാപ്പള്ളി വിശദീകരിച്ചത്.
NSSും SNDPയും ഒരുമിച്ചാൽ സുനാമി വരുമോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നായർ ഈഴവ ഐക്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും വിശദമാക്കി. എന്നാൽ ഈ ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന ആരോപണവും ഉന്നയിച്ചു. UDF ആണ് ജയിച്ചതെന്ന് ഇന്ന് ചില പത്രങ്ങളുണ്ട്. അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ NSS SNDP ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതൃത്വം ആണ് NSSനെയും SNDPയെയും തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയുടെ അതേ ഭാഷയിൽ ഐക്യകാഹളം മുഴക്കി. എന്നാൽ നായർ ഈഴവ ഐക്യം തകർത്തതിന് പിന്നിൽ മുസ്ലിം ലീഗ് അല്ല എന്നും സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരേ ഭാഷയിൽ കടന്നാക്രമിക്കുകയായിരുന്നു ഇരു സാമുദായിക നേതാക്കളും. VD സതീശൻ ഇന്നലെ പൂത്ത തകരയാണെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചപ്പോൾ വർഗീയതയെക്കുറിച്ച് പറയാൻ സതീഷിന് യാതൊരു യോഗ്യതയുമില്ലെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യം മാത്രം അനുസരിച്ചാൽ സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത്. അതേസമയം വർഗീയതയ്ക്കെതിരെ താൻ എന്നും പോരാടുമെന്നും അതിന്റെ പേരിൽ തോറ്റുപോയാലും മരിച്ചു കിടന്നാൽ വീരാളിപ്പട്ട് പുതച്ചു കിടക്കുമെന്നും VD സതീശനും പ്രതികരിച്ചു. വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ചു കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതിയിലിറങ്ങുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ NSS SNDP ഐക്യകാഹളത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരേ സ്വരത്തിൽ കൊടന്നാക്രമിക്കുമ്പോൾ നേതാക്കൾ മൗനം അവലംബിക്കുന്നതും ശ്രദ്ധേയം. NSS SNDP അധ്യക്ഷന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് പ്രശംസിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കവും കൗതുകകരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ രണ്ട് പ്രമുഖ സാമുദായിക നേതാക്കൾ ഒരേ സമയം വാർത്താ സമ്മേളനം നടത്തി ഐക്യത്തിന്റെ പ്രാധാന്യം പ്രഖ്യാപിക്കുന്നത് തികച്ചും ആകസ്മികമെന്ന് കരുതാനാകില്ല. CPMന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കം NSS SNDP കൂട്ടുകെട്ടിന് പിന്നിലുണ്ടെന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനങ്ങൾ പതിവ് കാഴ്ചയാണെങ്കിലും വർഷത്തിലൊരിക്കൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത സുകുമാരൻ നായർ ഇപ്പോൾ എടുത്ത നിലപാടിലെ രാഷ്ട്രീയവും വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിനെ ഒരുപോലെ ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയാണ് ഇരുവരും. സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങാനില്ല എന്ന് പറഞ്ഞ സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് NSS ആസ്ഥാനത്ത് 1.5 മണിക്കൂർ കാത്തുനിന്നുവെന്നും ഇപ്പോൾ സിനഡിൽ പോയത് സഭയുടെ തിണ്ണനിരങ്ങാനെന്നും ചൂണ്ടിക്കാട്ടി പരിഹസിക്കുകയാണ് സുകുമാരൻ നായർ. അതേസമയം കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയല്ലാതെ മറ്റൊരു ജനകീയ നേതാവില്ല എന്ന് അടിവരയിട്ട് പറയുന്ന സുകുമാരൻ നായർ ലക്ഷ്യമിടുന്നത് എന്തെന്നും വ്യക്തം. വെള്ളാപ്പള്ളിയെ ചൂണ്ടിക്കാട്ടി വർഗീയതയ്ക്കെതിരെ തുറന്നടിക്കുന്ന VD സതീശനെതിരെ പൊടുന്നനെ സുകുമാരൻ നായർ പ്രത്യക്ഷപ്പെടുന്നത് ആർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണെന്ന ചോദ്യവും ഉയരുന്നു. CPMന്റെ തന്ത്രത്തിനൊപ്പം കോൺഗ്രസിനുള്ളിലെ സതീശൻ വിരുദ്ധ ചേരിയും NSS SNDP ഐക്യത്തിന് പിന്നിലുണ്ടെന്ന സംശയങ്ങൾ ഉയരുകയാണ്. അതേസമയം വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചിട്ടും ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ പോലും പ്രതിരോധിക്കാൻ വന്നില്ല എന്നത് ശ്രദ്ധേയം. വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പറയുന്നതിനപ്പുറം സതീശനെതിരായ ആക്രമണത്തെ ചെറുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. അതേസമയം ഭൂരിപക്ഷ സാമുദായിക ഐക്യമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷ ഏകീകരണം സതീശന് അനുകൂലമാകുമോ എന്നാണ് അറിയേണ്ടത്. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായി. NSS SNDP ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ഇരു സംഘടനകളും യോജിക്കുന്നത് സാമുദായിക സൗഹൃദത്തിന് നല്ലതാണ്. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളുമോ എന്നതാണ് സംശയമെന്നും K. മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല.
എല്ലാ ജനവിഭാഗങ്ങളുമായും യോജിച്ചു പോകണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് ആരുമായും വഴക്കിനില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുക എന്നത് മാത്രമാണ് പ്രധാനം. സമുദായ സംഘടനകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനോട് വിയോജിപ്പില്ല. അവർ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കോൺഗ്രസിന്റെ ലക്ഷ്യത്തിനെതിരല്ല. വെള്ളാപ്പള്ളി നടേശനുമായി തർക്കത്തിനില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ വലിയ ചർച്ചയാണ്. NSS അതിനെ പിന്തുണയ്ക്കുകയാണ്. എങ്ങനെയാണ് UDF ഇതിനെ കാണുന്നത്? UDFന് എതിരാകുമോ ഈ ഒരു പ്രസ്താവനകളൊക്കെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു സമഭാവനയുള്ള രൂപത്തിലാണ്. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൊടിക്കുന്നിൽ സുരേഷ് MP NSS ആസ്ഥാനത്തെത്തി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിനുമെതിരെ ഇന്ന് NSS ജനറൽ സെക്രട്ടറി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൊടിക്കുന്നിലിന്റെ സന്ദർശനം. ആദ്യം 5 മണിയോടെ എത്തിയെങ്കിലും മാധ്യമങ്ങളെ കണ്ട് തിരികെ പോകുകയായിരുന്നു. അതിനുശേഷമാണ് 7:30യോടെ വീണ്ടും എത്തിയത്. സൗഹൃദ സന്ദർശനത്തിനാണ് എത്തിയതെന്നും എപ്പോഴും NSS ആസ്ഥാനത്ത് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. തൽക്കാലം രാഷ്ട്രീയ പ്രതികരണത്തിനില്ലെന്നും കൊടിക്കുന്നിൽ വ്യക്തമാക്കി. സാമുദായിക ഐക്യം തകർത്തത് മുസ്ലിം ലീഗ് ആണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം ജൽപ്പനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അർഹിക്കുന്ന അവഗണനയോടെ ആ പരാമർശം തള്ളുന്നു. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാമെന്നാണ് ശ്രമമെങ്കിൽ ആ വലയിൽ വീഴില്ല. വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത് CPM പിന്തുണയിലെന്നും സലാം പറഞ്ഞു. അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കേരളത്തിൽ ഇപ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാത്തത് വർഗീയ ശക്തികൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വർഗീയ ശക്തികൾ തലപൊക്കുമ്പോൾ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്നത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരാധനാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ ഇവിടെ ആരുടെയും കൈ ഉയരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ മഹാസംഗമം കോട്ടയം ചിങ്ങവനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് പലയിടങ്ങളിലും ക്രിസ്മസ് നാളുകളിൽ പോലും ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ഒറ്റ വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയത്. രാജ്യത്ത് ഇന്ന് വിദ്വേഷ പ്രസംഗങ്ങൾ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മതനിരപേക്ഷത കേവലം ഒരു വാക്കല്ല, സംസ്ഥാനത്തിൻ്റെ ജീവശ്വാസമാണ്. ഓണവും ക്രിസ്മസും ഈദുൽ ഫിത്തറുമൊക്കെ നാടിൻ്റെ ആകെ ഉത്സവമാണ്. വർഗീയ ശക്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വിദ്വേഷത്തിൻ്റെ വിത്ത് പാകുമ്പോൾ കേരളം അതിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയാകുന്നത് ഇവിടുത്തെ മതനിരപേക്ഷത കൊണ്ടാണ്. ഇതിന് കാവൽ നിന്നിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും ചെയ്തു തിരിഞ്ഞുള്ള പോരാട്ടങ്ങളുമെല്ലാം വലിയ തോതിൽ ശമിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ ആരാധനാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ ആരുടെയും കൈ ഉയരില്ല. വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റത്തിൽ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് ജ്ഞാനായ സമുദായം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ മഹാസംഗമത്തോടൊപ്പം സമുദായ വലിയ മെത്രാപ്പോലിത്ത കുറിയാക്കോസ് മോർ സേവേറിയോസിന്റെ 22ാമത് മെത്രാഭിഷേക വാർഷിക ആഘോഷവും ചിങ്ങവനം സെന്റ് ജോൺസ് പുത്തൻപള്ളിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VN വാസവൻ, CSI ബിഷപ്പ് ഡോക്ടർ സാബു കോശിച്ചെറിയൻ, ജോസ് കെ മാണി MP തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം.
വി.ഡി. സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ SNDP യോഗത്തെ കരിവാരി തേച്ചുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കേരളത്തിലെ ജനം ഇത് വിലയിരുത്തും. ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ മറ്റൊരു സമുദായത്തെ തള്ളിപ്പറഞ്ഞു. വർഗീയ താല്പര്യമായിരുന്നു വി.ഡി. സതീശന് ഉണ്ടായിരുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് SNDP യോഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം, കാര്യം കേരളത്തിൽ ജനങ്ങൾ കാണുന്നവരല്ലേ, അവർ മനസ്സിലാക്കിക്കോളും. ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള തള്ളി പറയുക എന്നുള്ളതല്ല എന്താ അതിനെപ്പറ്റി പറയാൻ പറ്റുക? അതിനകത്ത് സത്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്ന സമുദായ പാർട്ടി അല്ലേ അതേ സമുദായത്തിൻ്റെ നേതാവല്ലേ? ഏതോ രോമം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പുല്ലിയിരിക്കുന്നത്. ഈ പറയുന്ന ആളിൻ്റെ വേദിയിൽ പോയി നിന്നോട് പ്രസംഗിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ കാണേണ്ടത്? കലയരങ്ങ് co-powered by Vismaya Amusement Park, പറശ്ശിനിക്കടവ്, കണ്ണൂർ. In association with സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, a product of വൈദ്യരത്നം, ഔഷധി, a government of Kerala undertaking. തക്കിട്ട തക്കിട്ട ജം തക്കിട്ട നം തക്കിട്ട തും തരകിടതികിടിം തക്കിട്ട തക്കദിം തക്കിട്ട തത്തും. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പെടുത്ത് കണ്ണൂർ. 1028 പോയിന്റ് നേടിയാണ് കണ്ണൂരിന്റെ വിജയം. 1023 പോയിന്റ് നേടി തൃശൂർ ജില്ല 2ാം സ്ഥാനവും 1017 പോയിന്റ് നേടി കോഴിക്കോട് ജില്ല 3ാം സ്ഥാനവും നേടി. അവസാന ദിവസവും ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. സമാപന സമ്മേളനത്തിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി. 5 ദിവസം നീണ്ടുനിന്ന കൗമാരകലകളുടെ മഹോത്സവത്തിന് ശേഷം സംസ്ഥാന കലോത്സവം വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതിഭാസമ്പന്നരാണെന്നും എല്ലാവരും കേരളത്തിൽ തന്നെ വിജയികളായി തുടരണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇവരെല്ലാം നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ്. നിങ്ങൾ എല്ലാവരും കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നും പോകാതെ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം പേരും ഇവിടെ ഉണ്ടാകണമെന്നാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായ നടൻ മോഹൻലാൽ വിജയികൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറി. മത്സരവേദികളിൽ ജയപരാജയം അപ്രസക്തമാണെന്നും അത് നൽകുന്ന പരിചയം അമൂല്യമാണെന്നും പങ്കെടുക്കലാണ് പ്രധാനമെന്നും മോഹൻലാൽ പറഞ്ഞു. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം കൂട്ടി ഉറപ്പിക്കുന്നുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. മന്ത്രിമാരായ ആർ ബിന്ദു, എ.കെ. ശശീന്ദ്രൻ, കെ. രാജൻ, വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി, സ്പീക്കർ എ.എൻ. ഷംസീർ, തൃശൂർ മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. ഇതുവരെയില്ലാത്ത നിരവധി നല്ല നിമിഷങ്ങൾക്ക് വേദിയായാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ സമാപിച്ചത്. തൃശ്ശൂരിൽ വന്ന് നമ്മൾ കപ്പ് വാങ്ങാനായി വന്നു, വാങ്ങിക്കൊണ്ടുപോകുന്നു. കലകളുടെ പൂരം തൃശ്ശൂരിൽ കൊടിയിറങ്ങി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചപ്പോൾ കപ്പെടുത്തത് കണ്ണൂരാണ്. ഈ കുട്ടികൾ വടക്കുന്നാഥന് മുന്നിൽ ഉപചാരം ചൊല്ലി പിരിയുകയാണ്. അടുത്ത വർഷം മറ്റൊരിടത്ത് കാണാമെന്ന പ്രതീക്ഷയോടെ. അമൃത ന്യൂസ്, തൃശ്ശൂർ. സൗന്ദര്യം എന്ന വാക്കിനൊപ്പം ലോകമെക്കാലവും ചേർത്ത് വെച്ചിട്ടുള്ള പേര്, അതെ, ക്ലിയോപാട്ര. ഈജിപ്തിലെ ആ മാസ്മരിക സുന്ദരിയുടെ ജീവിതകഥ ഇത്തവണ കലോത്സവ വേദിയിലും വിസ്മയമായി പെയ്തിറങ്ങി. ലോക ചരിത്രത്തിൽ ക്ലിയോപാട്രയോളം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പെൺകരുത്തുണ്ടാകില്ല. കേവലം സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, അസാമാന്യമായ ബുദ്ധിശക്തി കൊണ്ടും നയതന്ത്രജ്ഞത കൊണ്ടും ഈജിപ്തിന്റെ സിംഹാസനം കീഴടക്കിയവൾ. ചരിത്രമുറങ്ങുന്ന ആ ജീവിതമാണ് ചവിട്ട് നാടകത്തിന്റെ ചുവടുകളായി വേദിയിലെത്തിയത്.
ഹൈസ്കൂൾ വിഭാഗം ചവിട്ടുനാടകത്തിലാണ് ക്ലിയോപാട്രയുടെ ചരിത്രം പുനരാവിഷ്കരിക്കപ്പെട്ടത്. പാലക്കാട് BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ആ വിശ്വസുന്ദരിയുടെ കഥയുമായി വേദിയിലെത്തിയത്. ഞങ്ങൾ ക്ലിയോപാട്ര എന്ന് പറഞ്ഞിട്ടുള്ള തീമിലാണ് കളിക്കുന്നത്. സ്ത്രീ കരുത്തിനെ കുറിച്ച് പറയാണ്. മുമ്പൊക്കെ ആൺമക്കൾക്കാണ് രാജ്യം കിട്ടുക. ആ ക്ലിയോപാട്ര എന്ന മകള് യുദ്ധം ചെയ്ത് രാജ്യം കീഴടക്കിയ കഥയാണ് ഇതിൽ പറയുന്നത്. ടോളമി രാജവംശത്തിന്റെ 7ാം കിരീടാവകാശിയായി 18ാം വയസ്സിൽ അധികാരമേറ്റെടുത്ത ക്ലിയോപാട്ര പ്രണയവും പോരാട്ടവും ചതിയും നിറഞ്ഞ ആ ജീവിതം വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ കാണികൾക്കും അത് പുത്തൻ അനുഭവമായി. ചടുലമായ ചുവടുകളും ഗാംഭീര്യമുള്ള സംഭാഷണങ്ങളുമായി ഈ പെൺകുട്ടികൾ ക്ലിയോപാട്രയുടെ ചരിത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ക്യാമറാമാൻ അമർജിത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തൃശൂർ. സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയാണ് ഇടുക്കി നരിയമ്പാറയിലെ മന്നം മെമ്മോറിയൽ സ്കൂൾ കലോത്സവ നഗരി വിട്ടത്. പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കിയാണ് ടീം മികച്ച വിജയം നേടിയത്. കലോത്സവ വേദിയിൽ നിന്ന് അജയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇടുക്കി ജില്ലയിലെ ഒരു ടീം നമ്മളോടൊപ്പമുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാര്യം മത്സരിച്ച 5 ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കിയ ഇടുക്കിയിലൊരു മിടുക്കി കൂടി ഈ ടീമിലുണ്ട് എന്നുള്ളതാണ്. വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങളുടെ പേര്? അനന്തലക്ഷ്മി S. ഏതൊക്കെ ഇനങ്ങളാണ്? ഞാൻ അക്ഷരശ്ലോകം സംസ്കൃതം, അക്ഷരശ്ലോകം ജനറൽ വിഭാഗത്തിലുണ്ടായിരുന്നു. പിന്നെ പദ്യം ചൊല്ലൽ സംസ്കൃതം, നാടകം സംസ്കൃതം, ചമ്പു പ്രഭാഷണം. ഈ 5 ഇനങ്ങളിലും A ഗ്രേഡ് ആണ് നേടിയത്? അതെ അതെ. ആദ്യമായിട്ടാണോ ഈ സ്കൂൾ കലോത്സവത്തിൽ എത്തുന്നത്? അല്ല, ഇത് 3ാമത്തെ വർഷമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ടും 4 ഇനങ്ങളിൽ സംസ്ഥാനത്ത് പങ്കെടുക്കുന്നുണ്ട്. ഏത് സ്കൂളാണ്? സ്കൂളിന്റെ പേരെന്നു? നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ. മറ്റ് ആളുകൾ ഏത് ഇനങ്ങളിലൊക്കെയാണ്? ഞാൻ അഷ്ടപതി ഗാനാലാപനം. രണ്ടിലും A ഗ്രേഡ് ആണോ? രണ്ടിലും A ഗ്രേഡാണ്. പിന്നെ തായമ്പക ഉണ്ട്, തായമ്പക B ഗ്രേഡ്. കഴിഞ്ഞ വർഷം 5 ഇനങ്ങളിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ സംസ്കൃത അധ്യാപനമാണ് ഇതിനെല്ലാം മേൽനോട്ടം നൽകുന്നത്. നമ്മുടെ HM ആണ്. നമ്മുടെ സ്കൂൾ മാനേജ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് 11 വർഷമായി ഇപ്പം നമ്മൾ ഈ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നു. സാർ, എങ്ങനെയാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് സംസ്കൃതത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്? നമ്മൾ 2008 മുതൽ തന്നെ സംസ്ഥാന കലോത്സവത്തിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 11 തവണയോളം നമുക്ക് ഓവറോൾ നേടിയിട്ടുണ്ട്. 3-4 തവണ നമുക്ക് റണ്ണേഴ്സപ്പും ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ചിട്ടയായ പ്രവർത്തനവും അവരുടെ സ്ഥിരോത്സാഹവും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ കഴിഞ്ഞ ഘട്ടത്തിൽ നിന്ന് ഈ കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു കലോത്സവം അതൊരു വൈബായി മാറിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മൾ അതിലേറെ നമുക്ക് അഭിമാനവും കൂടിയാണ്. ഈ വർഷം നമ്മൾക്ക് ഓവറോൾ കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചു. നമ്മളുടെ സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സുരേഷ് സാറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ്, സ്റ്റാഫംഗങ്ങൾ, PTA എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം നമ്മളുടെ കുട്ടികളെ തീർച്ചയായും ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ വർഷം നമ്മൾക്ക് ഓവറോൾ കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചു. അത് തികച്ചും അഭിമാനാർഹമാണ്. ഇതാണ് ഇടുക്കിയിൽ നിന്നെത്തി സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇടുക്കിയിലെ മിടുക്കരായ ടീം. കലോത്സവ വേദിയിൽ നിന്നും ബിനു ഈശ്വരങ്ങളോടൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. കലയ്ക്ക് ഒരേയൊരു മതമേയുള്ളൂ എന്ന് അടിവരയിടുകയായിരുന്നു വഞ്ചിപ്പാട്ടിലെ കലോത്സവ വേദി. പുന്നമടക്കായലിലെ ചുണ്ടൻ വള്ളങ്ങൾ കീറിമുറിച്ച ഓളപ്പരപ്പുകളിൽ നിന്ന് കലോത്സവത്തിന്റെ അരങ്ങിലേക്ക് എത്തുമ്പോൾ വഞ്ചിപ്പാട്ടിന് മതേതരത്വത്തിന്റെ പുതിയൊരു ശോഭ കൈവരുകയാണ്. ജാതിമത ഭേദങ്ങളെ അപ്രസക്തമാക്കി കലയുടെയും സൗഹാർദ്ദത്തിന്റെയും പുതിയൊരു ഓളപ്പരപ്പ് തീർത്ത വേറിട്ട കാഴ്ചയിലേക്ക്. നമസ്കാരം. രാമായണ വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികൾ ആറന്മുള ശൈലിയിൽ അവതരിപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. ഓളങ്ങളെ കീറിമുറിക്കുന്ന പള്ളിയോടം പോലെ വിവേചനത്തിന്റെ എല്ലാ അതിർവരമ്പുകളെയും തകർത്ത് തട്ടമിട്ട മൊഞ്ചത്തികൾ വഞ്ചിപ്പാട്ട് അങ്ങനെ പാടിത്തുടങ്ങി.
രാമപുരത്ത് വാര്യരുടെ വരികൾക്ക് ഈ പെൺകുട്ടികൾ താളം നൽകുമ്പോൾ പുന്നമടക്കായലിനേക്കാൾ വലിയൊരു ആവേശം നീലക്കുറിഞ്ഞിയിൽ അലതല്ലി. ഇത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് കലയ്ക്ക് മതത്തിന്റെ വേലിക്കെട്ടുകളില്ല എന്ന വലിയ പ്രഖ്യാപനമാണ്. മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മറ്റൊരു ആശങ്ക ഉണ്ടായിരുന്നത് അവരുടെ വേഷ സംവിധാനമാണ്. അപ്പം അവർ ചോദിച്ചത് അവർ ഹിജാബ് ധരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആറന്മുള ശൈലി വഞ്ചിപ്പാട്ട് പാടുന്ന സമയത്ത് ഇത് അഴിച്ചിട്ട് പാടണമെന്നൊക്കെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാനുവൽ പ്രകാരം നമ്മുടെ വേഷ സംവിധാനങ്ങൾക്ക് മാർക്കിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ വേഷത്തെ തന്നെ അവർക്ക് പാട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം കുട്ടികളിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെയാണെന്ന് ഈ വേദിയിൽ അവർ പാട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു മതത്തിൻ്റെതാണെങ്കിൽ പോലും അത് കേരളത്തിൻ്റെ ഒരു കലയാണ്, ഒരു പൈതൃകമാണ്. അപ്പോൾ ഇത് മുറുകെ പിടിക്കേണ്ടത് ഞങ്ങൾ കുട്ടികളായ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഞങ്ങളെ സാറൊക്കെ കൂടെ നിന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടെത്തിക്കുകയായിരുന്നു. തട്ടമിട്ട ഈ കലാകാരികൾ മുട്ടുകാലിൽ താളം പിടിച്ച് കുചേലവൃത്തം പാടി നിർത്തുമ്പോൾ സദസ്സിൽ നിന്നും ഉയർന്ന കയ്യടികൾ വെറുമൊരു മത്സര വിജയത്തിനുള്ളതല്ല, മറിച്ച് ഒത്തൊരുമയുടെ ഈ മലയാളി ശൈലിക്കുള്ള അംഗീകാരമാണ്. ശ്രീ ഹനുമാൻ തന്നോടേവം, ശ്രീ ഹനുമാൻ തന്നോടേവം. തട്ടമിട്ട ഈ മൊഞ്ചത്തികൾ പാടുന്നത് കേവലം ഒരു വഞ്ചിപ്പാട്ടല്ല, മറിച്ച് കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒത്തൊരുമയാണ് ഈ കാണുന്നത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം RS ഐശ്വര്യ, അമൃത ന്യൂസ്, തൃശൂർ. കലോത്സവത്തിന് ഔദ്യോഗിക വേദികൾ 25 എന്നാൽ 26-മതൊരു സ്പെഷ്യൽ വേദി കൂടിയുണ്ട്. ചുറ്റുമതിലിന് പുറത്തെ വിസ്തൃതമായ 65 ഏക്കർ തേക്കിൻകാട് മൈതാനം. അവിടുത്തെ ഫോട്ടോ പോസ്റ്റിംഗ് പ്രകടനങ്ങളുടെ ചന്തം പകർത്തിയത് അമൃത ന്യൂസ് ക്യാമറമാൻ CS ബൈജു. നവരസങ്ങൾ തുടുത്തുവിരിയുന്ന, പൂത്തുലയുന്ന, മയങ്ങി മറയുന്ന തേക്കിൻകാട് മൈതാനം. അവിടെ ഭാവങ്ങൾക്ക് തണലും താളവും പകർന്ന് വടക്കുന്നാഥൻ്റെ ഗോപുരവും ചുറ്റുമതിലും. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ കണ്ണുകളിൽ വിരിയുന്ന അർച്ചനയും മൗനങ്ങൾ മൊഴിയുന്ന കീർത്തനവും കണ്ട് ആസ്വദിച്ച് എല്ലാം അറിഞ്ഞ് ആ ഗോപുരവാതിലുകളും. വേദികളിലെ മത്സരങ്ങൾക്ക് വിധികർത്താക്കൾ മാർക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വേദിക്ക് പുറത്ത് മത്സരാർത്ഥിയുടെ ഭാവങ്ങൾക്ക് മാർക്കിടുന്നത് ക്യാമറാമാൻമാരാണ്. വേദിയിലെ പ്രകടനം പോലെ പ്രധാനമാണ് നാളെ പത്രങ്ങളിൽ വരേണ്ട ചിത്രവും ഓൺലൈനുകളിൽ വൈറലാകേണ്ട ഭാവങ്ങളും. വേദിയിലെ പോലെ ഒരു ഭാവം കാണിച്ചിട്ട് പോയാൽ ക്യാമറമാന് തൃപ്തിയാവില്ല. അവർ പറയുന്ന ചേരുവയിൽ രസം തയ്യാറാക്കാൻ കലാകാരികൾ ജഗതി ശ്രീകുമാറിൽ ബിരുദാനന്തര ബിരുദം ചെയ്യേണ്ടി വരും. വികാരങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കുമ്പോഴാണ് ഒരു വേദിയിൽ കലാസൃഷ്ടി പൂർണ്ണമാകുന്നത്. എന്നാൽ ലൈറ്റും ആംഗിളും ഭാവവും ചേരുമ്പോഴാണ് ഒരു ഫോട്ടോ ക്ലിക്കാവുന്നത്. അത് ചിലപ്പോൾ കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോഴാവാം, അല്ലെങ്കിൽ കാറ്റിൽ മുടിയിഴകളൊന്ന് ഉലഞ്ഞ് ഉതിരുമ്പോഴാവാം. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത ചില ഭാവങ്ങളുണ്ട്. അത് എത്രയെത്ര ആംഗിളുകളിൽ പകർത്തിയാലും ക്യാമറാമാന്മാർക്ക് തൃപ്തിയാവില്ല. അങ്ങനെയുള്ള ക്യാമറാമാന്മാരുടെ സ്വർഗരാജ്യമാണ് തേക്കിൻകാട് മൈതാനം, പ്രത്യേകിച്ച് കലോത്സവക്കാലത്ത്. എടുക്കുന്നതെല്ലാം അപൂർണമായി തോന്നുന്ന ഒരു ഡിജിറ്റൽ രോഗാവസ്ഥ ഛായാഗ്രഹണ മേഖലയിൽ പടർന്നു പിടിച്ചതുകൊണ്ട് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നിരന്തര ക്ലിക്കുകൾക്ക് വേണ്ടി ഭാവങ്ങൾ ഇവിടെ ഘോഷയാത്ര നടത്തുന്നു. ഫോട്ടോഗ്രാഫറുടെ ആ മാന്ത്രിക നിമിഷം, അതിങ്ങനെ തേക്കിൻകാട് മൈതാനമാകെ പലയിടത്തായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുന്നത് നീലക്കുറിഞ്ഞു പൂത്തതുപോലെ ഒരു അഭൗമ ഭംഗിയാണ്. ക്യാമറമാൻ CS ബൈജുവിൻ്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി ശ്രീജിത് നായർ, അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ KSFE ലഘുഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തു. ഉദ്ഘാടനത്തിലും സമാപന ചടങ്ങിലുമായി 8000 കുട്ടികൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. 5 ദിനം നീണ്ട കലയുടെ ഉത്സവത്തിൽ കലോത്സവ നഗരിയിലുടനീളം KSFEയുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സമാപന ചടങ്ങിൽ KSFE MD ഡോക്ടർ സനിൽ SK പങ്കെടുത്തു. ഇന്നിപ്പോൾ സമാപിച്ചത്. ഇത് എൻ്റെ ഉദ്ഘാടന ദിവസവും സമാപന ദിവസവും
KSFI മത്സരാർത്ഥികൾക്കും സംഘാടകർക്കുമൊക്കെയായി 4000 ഫുഡ് പാക്കറ്റുകൾ വീതം വിതരണം ചെയ്തിരിക്കുകയാണ്. ഇത് സംഘാടകർക്കുള്ള ഒരു ചെറിയ പിന്തുണയാണ്. നല്ല നിലയിലുള്ള സംഘാടനം, വലിയ പങ്കാളിത്തം, ഒട്ടനവധി വിജയികൾ, നല്ല നിലയിലുള്ള പങ്കാളിത്തം വിജയിക്കാൻ കഴിഞ്ഞവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി VSSC പരിശോധനാ റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിൽ സ്വർണത്തിന്റെ തൂക്കം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവന്നു. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നാളെ കോടതിക്ക് കൈമാറും. കളവ് പോയ സ്വർണം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നു. SITയുടെ ഭാവി തീരുമാനിക്കുന്ന റിപ്പോർട്ടാണ് നാളെ ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാനമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാവുന്ന ഈ കണ്ടെത്തൽ നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. 1998 ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ ഭാരവും നിലവിലെ ഭാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിലാണ് സ്വർണം കുറവ് വന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 15 സാമ്പിളുകളിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവ്, കാലപ്പഴക്കവും തിട്ടപ്പെടുത്തി. നിരവധി ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ശബരിമലയിലുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അതെവിടെ പോയി എന്നതും ഇപ്പോൾ വെച്ചിട്ടുള്ളത് പുതിയ സ്വർണമാണോ എന്നതും കണ്ടെത്തണം. അതേസമയം അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ടോടുകൂടി ഉയർന്നു വരികയാണ്. തന്ത്രി ഉൾപ്പെടെ പല ഉന്നതരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും കാണാതായ സ്വർണം എവിടെയെന്ന് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. SITയുടെ അന്വേഷണത്തിൽ പരിമിതികളുണ്ടോ എന്നതും മറ്റ് ഏജൻസിയെ ഏൽപ്പിക്കണമോ എന്നതും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നാളെ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ ഭാവി കൂടി തീരുമാനിക്കപ്പെടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ സാഹചര്യം ഒരുക്കുന്നുവെന്നും SITയെക്കുറിച്ച് സംശയമുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കി. ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കുന്നു, തന്ത്രി എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് വരുത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ കോൺഗ്രസിനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ജംഗിൾരാജ് NDA സർക്കാർ അവസാനിപ്പിച്ചെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ കാട്ടുഭരണത്തിന് വിട പറയാൻ പശ്ചിമബംഗാൾ തയ്യാറെടുക്കുകയാണെന്നും മോദി പറഞ്ഞു. അസമിൽ നടന്ന പ്രസംഗത്തിൽ തിരുവനന്തപുരത്തെ BJP വിജയം അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ വോട്ടെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. TMCയുടെ ദുർഭരണത്തിൽ മടുത്തിരിക്കുകയാണ് ജനങ്ങൾ. മാറ്റം അനിവാര്യമാണ്. BJPക്ക് മാത്രമേ പശ്ചിമ ബംഗാളിലെ വികസനം വേഗത്തിലാക്കാൻ കഴിയൂ. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ TMC അനുവദിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. സിംഗൂരിൽ 830 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. അസമിലെ കലിയാബോറിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെ കോൺഗ്രസിനെതിരെയും മോദി ആഞ്ഞടിച്ചു. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിനെ അദ്ദേഹം പരിഹസിച്ചു. കോൺഗ്രസിന്റെ ജന്മസ്ഥലമായ മുംബൈയിൽ അവർ 4-മോ 5-മോ ആയി. ബീഹാറിലും മുംബൈയിലും തിരുവനന്തപുരത്തും BJP നേടിയ വിജയങ്ങളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ നെഗറ്റീവ് പൊളിറ്റിക്സ് ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിജയങ്ങൾ. ബീഹാറിലും മുംബൈയിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും BJP ചരിത്രം സൃഷ്ടിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായി കോൺഗ്രസ് രാജ്യത്തിന്റെ ഭൂമി നുഴഞ്ഞുകയറ്റക്കാർക്ക് കൈമാറിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർ അസമിനും രാജ്യത്തിനും വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. 6950 കോടി രൂപയുടെ കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിച്ചു. അസമിൽ നിന്നുള്ള 2 അമൃത് ഭാരത് എക്സ്പ്രസുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.